പുതിയ ജില്ലാ അധ്യക്ഷനെ ചൊല്ലി പാലക്കാട്ടെ BJP-ക്കുള്ളിലുണ്ടായ തർക്കം സമവായത്തിലേക്ക് നീങ്ങുന്നു. ജില്ലാ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ ഇടഞ്ഞു നിൽക്കുന്നവർ പങ്കെടുക്കുമെന്ന സൂചന. നിഖിൽ പ്രമേഷ് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് വീണ്ടും ചേരുന്നു. പറയൂ നിഖിൽ. ഗുഡ് മോർണിംഗ്. അങ്ങനെ BJP-ക്കുള്ളിൽ പാലക്കാട്ടെ BJP-ക്കുള്ളിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ അതൊരു സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. 10:30 പുതിയ പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷനെ പ്രഖ്യാപിക്കുമ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളും ഈ ചടങ്ങിലേക്ക് എത്തിയേക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ലഭ്യമാകുന്നത്. RSS നേരിട്ട് ഇടപെട്ട് ഇവരുമായി സംസാരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവരുമായി സംസാരിച്ചപ്പോൾ, ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കൃത്യമായി പ്രശാന്ത് ശിവനെ ഇന്ന് ജില്ലാ അധ്യക്ഷനായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ രാജി സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു അവർ തീരുമാനിച്ചിരുന്നത്. ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയുമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ അറിയണം, BJP-യുടെ സംസ്ഥാന ട്രഷററും വൈസ് പ്രസിഡന്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇപ്പോഴത്തെ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധരൻ, ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ അടക്കമുള്ള ആളുകൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിതേഷ് അടക്കമുള്ള ആളുകളൊക്കെ ആയിരുന്നു ഈ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത്. അതിൽ തന്നെ നിരവധി ആളുകൾ ഇന്നലെ അവർ വിമത യോഗം ചേർന്നപ്പോൾ ഒരുപാടധികം പ്രവർത്തകർ അതിൽ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനർത്ഥം അവർക്കെല്ലാം തന്നെ പ്രശാന്ത് ശിവന്റെ ഈ അധ്യക്ഷ പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തെ ചൊല്ലി വലിയ തർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ വരെയും അതേ അഭിപ്രായത്തിലാണ് അവർ ഉറച്ചു നിന്നത്. പക്ഷേ നിർണായക ഘട്ടത്തിൽ RSSന്റെ ഇടപെടൽ ഉണ്ടായതിനു പിന്നാലെ ഇപ്പോൾ ആ തീരുമാനം അവർ പിൻവലിക്കുന്നു എന്നുള്ള സൂചനകൾ ലഭ്യമാവുകയാണ്. അത് ഔദ്യോഗികമായി അവർ സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മൾ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ സമവായത്തിലേക്ക് എത്തിയേക്കും എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ 10:30 എൻ്റെ പുറകിൽ കാണുന്ന ഈ BJP-യുടെ ജില്ലാ ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ, സ്ഥാനാരോഹണ ചടങ്ങിൽ, പ്രശാന്ത് ശിവൻ എന്ന 35-കാരൻ BJP ജില്ലാ അധ്യക്ഷനായി മാറുന്ന ആ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് അവരും എത്തിച്ചേരുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ദേശീയ കൗൺസിൽ അംഗം N ശിവരാജനുമായി അല്പസമയം മുൻപ് ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞാൻ വരുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രമീള ശശിധരൻ അടക്കമുള്ള വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഈ ചടങ്ങിലേക്ക് എത്തിയേക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ നഗരസഭാ ഭരണമാണ് വളരെ പ്രധാനപ്പെട്ടത് സ്കെയിൻ. അതുകൊണ്ടാണ് ഈ നിർണായകമായിട്ടുള്ളൊരു ഇടപെടലിലൂടെ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കങ്ങളും അവർ നടത്തിയത്. കാരണം 9 അംഗങ്ങളുടെ പിന്തുണ, അതായത് 9 കൗൺസിലർമാർ ഈ ഇടഞ്ഞു നിൽക്കുന്നവർക്കൊപ്പം ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ 9 പേരും മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ BJP-ക്ക് അവരുടെ അഭിമാനമായിരുന്ന ഈ നഗരസഭാ ഭരണം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്തായാലും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് BJP-യുടെ ഭാഗത്തു നിന്നുണ്ട്, RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഏതാണ്ട് സമവായത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ നേതാക്കൾ ഓരോരുത്തരായി ഇവിടേക്ക് എത്തിച്ചേരും. അങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ എത്തിച്ചേർന്നാൽ നമുക്ക് ഉറപ്പിക്കാം സമവായമായിരിക്കുന്നു എന്നുള്ളത്. ആ സമവായ ഫോർമുല എന്ത് എന്നുള്ള കാര്യത്തിലടക്കം ഇനി വ്യക്തത കൈവരണം. അതായത് എന്തെങ്കിലും പാർട്ടി പദവികളോ മറ്റോ നൽകിയാണോ ഇവരെ തണുപ്പിച്ചത്, ഇവരെ അനുനയിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തിൽ നിൽക്കുന്ന നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ ഇപ്പോൾ ചെറിയ പ്രതിഷേധവുമായി മാറി നിൽക്കുന്ന നേതാക്കൾ കൂടി ഇവിടേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ 10:30 പുതിയ ജില്ലാ അധ്യക്ഷന്റെ, അതായത് പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ പുതിയ അധ്യക്ഷനായി പ്രശാന്ത് ശിവൻ എന്ന യുവമോർച്ചയെ കഴിഞ്ഞ ഏതാനും നാളുകളായി ജില്ലയിൽ നയിച്ച 35-കാരൻ സ്ഥാനമേൽക്കും. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ഈ BJP-യിലുണ്ടായ ചക്രവർത്തി പോരാട്ടത്തിന് ഒരു ചെറിയ സമവായം ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നത്.